Hey, mister. Hello? Oh. നന്ദേട്ടാ, എന്തിനിപ്പ ഇങ്ങോട്ട് വന്നത്? നന്ദേട്ടൻ പൊയ്ക്കോ. എന്താ ഞാനിവിടെ വരുന്ന മായക്ക് ഇഷ്ടമല്ലേ? എന്റെ ഇഷ്ടത്തിന് ഇവിടെ എന്താ ഒരു വില? വിനോദിനി ചെങ്ങാനും കണ്ട ഇവിടെ എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ പേടിച്ച് ജീവിക്കാൻ പറ്റുമോ? പേടിക്കാതെ വയ്യല്ലോ നന്ദേട്ടാ. അച്ഛനെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിന്റെ നെട്ടല് മാറുന്നതിന് മുൻപ് വിനോദിനിച്ചയുടെ വരവും കൂടിയായപ്പോ കാഴ്ച വസ്തുവിനെ പോലെ എല്ലാരും ഇപ്പൊ എന്നെ നോക്കുന്നത്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും നമ്മുടെ കുറ്റമല്ല മായേ. നമ്മളെ നമുക്കറിയാൻ പറ്റുന്നിടത്തോളം ഒന്നിനെയും പേടിക്കാതെ ജീവിക്കണം. നോക്കുന്നവര് നോയിക്കോട്ടെ, അല്ലാതെ നമ്മളെന്ത് ചെയ്യാനാ? ആ, മാളൂന് എങ്ങനെയുണ്ട്? നല്ല ആശ്വാസമുണ്ട്. ബോധം തെളിഞ്ഞപ്പോ ഞാൻ കയറി കണ്ടു. അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുക. ഞാൻ എങ്ങനെയാ അവളെ സമാധാനിപ്പിക്കണേ? എന്തായാലും 2 ദിവസം കൂടെ ക്ഷമിച്ചേ പറ്റൂ. ശ്രീധരനെ ഇതുവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആശയ്ക്ക് വകയുണ്ട്. സേതുവടുത്തി ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ പല പ്രാവശ്യം ട്രൈ ചെയ്തു, കിട്ടുന്നില്ല. മനു വന്നിരുന്നോ? ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മാളു അവനെയും കാണണമെന്ന് പറഞ്ഞു. അവന്റെ പോക്കത്ര ശരിയല്ല. ആ, സേതുവടുത്തി വരട്ടെ. അവന്റെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ പറയണം. വിനോദിനേച്ചി. ഏയ്, അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാനിവിടെ ഒന്ന് മായോട് സംസാരിച്ചാൽ നിശ്ചയിച്ച കല്യാണം മുടങ്ങിപ്പോവെന്ന് പേടിച്ച. ചേച്ചി പറയുന്നത് ശരിയല്ലേ? വിവാഹ നിശ്ചയം കഴിഞ്ഞ സ്ഥിതിക്ക് ഇവിടെ എന്നെ കാണാൻ വരുന്നത് അവരെങ്ങാനും അറിഞ്ഞാലെന്താ? അങ്ങനെ ഒഴിഞ്ഞു പോണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതി ഞാൻ. അരുത്. അതുകൊണ്ട് തകർന്നു പോകുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിത. ഒരാപത്ത് വരുമ്പോ ആരും കാണില്ല. പക്ഷെ ഇതൊക്കെ എത്തേന്റെ അടുത്ത് ചെന്ന് പറയാൻ 1000 പേരുണ്ടാവും. എന്തിനാ വെറുതെ? നന്ദേട്ടൻ പൊയ്ക്കോ. ഞാൻ പോവാം. സ്നേഹിക്കാൻ അവസരം തന്നിട്ട് ഒരിക്കലും ഒന്നിക്കാൻ അനുവദിക്കാതെ സമാന്തര രേഖകൾ പോലെ ജീവിക്കാനാവും നമ്മുടെയൊക്കെ വിധി. അത് മാറ്റി വരയ്ക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഞാൻ പോയിക്കോട്ടെ. ഭീമ ജുവൽസ് അവതരിപ്പിക്കുന്നു നിർമാല്യം. സമർപ്പിച്ചത് ഭീമ ജുവൽസ്, കൊച്ചി, കോട്ടയം. ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, കാലം തെളിയിച്ച സത്യം, കറകളഞ്ഞ പരിശുദ്ധി. ഡാബർ പുതിൻഹാര ആശ്വാസം നൽകും ഉടനടി. ജൂനിയർ ഹോർലിക്സ്. നികുതി കുടിശ്ശിക നിവാരണ പദ്ധതി 2008 വാണിജ്യ നികുതി കാര്യാലയം. മുൻഷി സമർപ്പിക്കുന്നത് വൈദ്യരത്നം ഔഷധശാല, ആയുർവേദത്തിന്റെ ഈറ്റില്ലം. നോക്കിയ 1209. സ്വപ്നങ്ങൾക്ക് പരിധിയില്ല. മനോരമ online.com. ഹോളിമാത കോളേജസ്, നോർത്ത് പറവൂർ, എറണാകുളം. തിരുവേണി, നിങ്ങൾക്ക് നമ്മുടെ കുറുപ്പ് എവിടെയാ താമസിക്കുന്നേന്നറിയോ? കഴകക്കാരൻ കുറുപ്പോ അതോ ആനക്കാരൻ കുറുപ്പോ? ഏത് കുറുപ്പിനെയാ അറിയാച്ചാ നിങ്ങൾ ഈ തിരക്കണേ? സാറേ, ഈ സാറ് തിരക്കുന്നത് നമ്മുടെ ലീഡർ സാറിന്റെ അസ്മാദിയായ ആ പീതാംബരക്കുറുപ്പ് സാറിനെയാ സാറേ. ഇല്ലേ സാറേ? അത് തന്നെയാടാ മോനെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ ആ കുറുപ്പ് സാർ ഇന്നലെ നമ്മുടെ KPCC വൈസ് പ്രസിഡന്റിന്റെ കസേര അടിച്ചോണ്ടൊക്കെ പോയില്ലയോ? അതിന്റെ അനുമോദനം ഒന്ന് നേരിട്ട് അറിയിക്കാനാ അത് എന്റെ വീട് എവിടെയെന്ന് തിരക്കി. ദേ സഖാവേ, നിങ്ങൾ ഈ പറയുന്ന പോലെ
KPCC വൈസ് പ്രസിഡന്റ് കസേര പീതാംബരക്കുറിപ്പ് അടിച്ചോണ്ട് പോയൊന്നും അല്ല സഖാവേ. നമ്മുടെ ലീഡർ അത് അടിച്ചു മാറ്റി ആ ഗ്രൂപ്പിന് കൊടുത്തതാ. അതിൻ്റെ കൂടെ 2 ജനറൽ സെക്രട്ടറിമാരുടെയും 8 KPCC നിർവാഹക സമിതി അംഗങ്ങളുടെയും 5 AICC അംഗങ്ങളുടെ കസേരയും ലീഡർ ഇന്നലെ അടിച്ചു മാറ്റി സഖാവേ. എന്റെ അമ്മോ, ഇത്രയും കസേര ഒന്നിച്ചടിച്ചു മാറ്റിയിട്ടാണോ ഈ കസേരകളിൽ എനിക്ക് തൃപ്തിയില്ലെന്ന് ലീഡർ ഇന്നലെ പറഞ്ഞേ? അത് പിന്നെ ലീഡർ അങ്ങനെയല്ലേ പണിക്കരെ പറയൂ. സ്ഥാനമാനങ്ങൾ കൊണ്ട് ആ വിദ്വാൻ തൃപ്തിപ്പെടുക എന്ന് വെച്ചാലേ ബഹന് ഭക്ഷണം മതിയാകുന്ന പോലെയല്ലേ ഉള്ളൂ. അങ്ങനെ പറയാതെ അമ്പൂരിശ, ലീഡർ ചോദിച്ച കസേര വെച്ച് നോക്കുമ്പോ ഈ കിട്ടിയ കസേരയൊന്നും ഒന്നുമല്ലപ്പാ. ഞമ്മളെ കരുണാകരൻ പിള്ളക്ക് ജനറൽ സെക്രട്ടറിന്റെ കുശനിട്ട കസേര കൊടുക്കണമെന്നും പറഞ്ഞിട്ട് അവരാ മൂപ്പർക്ക് നിർവാഹക സമിതിന്റെ സാധാ കസേരയല്ലേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ ആ ത്രിവിക്രമൻ തമ്പി മൂപ്പർക്ക് ഒരു കസേര പോലും കൊടുക്കാണ്ട് പഴയ പോലെ ഓരോ തറയെ തന്നെ പിടിച്ചിരുത്തിയില്ലേ. ഇതിന്റെ കൂടെ മരുന്നിന് പോലും ഒരു DCCന്റെ കസേര അവർ കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോ ലീഡർ എങ്ങനെ നമ്മൾ ആർത്തിപ്പണ്ടാരോ എന്ന് പറയും? എന്തോന്നാ സഖാവേ നിങ്ങൾ ഈ പറയുന്നേ? ലീഡർ കൊടുത്ത് ആ ജംബോ ലിസ്റ്റ് ഓക്കെ ആക്കണമെങ്കിലേ ഇപ്പോഴുള്ള KPCC പൊളിച്ചു പണിയേണ്ടി വരും. പാർലമെന്റ് ഇലക്ഷൻ വന്ന് മൂക്കി തൊട്ട നേരത്ത് അതിലെങ്ങാനും കയറി തൊട്ടാലേ കോൺഗ്രസ് വീണ്ടും 4 മുറി കൂടിയാകും. അതാണ് ഹൈക്കമാൻഡ് ഇപ്പൊ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയേ. ഹൈക്കമാൻഡ് ഇപ്പൊ എന്ത് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാലും ഗ്രിപ്പുള്ള നേതാവിന്റെ ബെഡ് ചുമക്കുന്നവനും വെറ്റിലെല്ലാം എടുക്കുന്നവനും മാത്രമേ കോൺഗ്രസിൽ ഇപ്പൊ നേതാവ് ആവാൻ പറ്റുള്ളൂ എന്ന് ഇന്നലെ ഒരിക്കൽ കൂടി തെളിഞ്ഞു. അതിപ്പോ രമേശ് ചെന്നിത്തല ആയാലും നമ്മുടെ പീതാംബരക്കുറിപ്പ് ആയാലും ഒരുപോലെ തന്നെയാ. അതിലെന്തിനാ പുരുഷ നിങ്ങൾ ഇത്ര ബേജാറാകുന്നു? അയ്യല്ലേ ആ കരുണാകരൻ മൂപ്പറ ഞമ്മള് നാട്ടുകാര് ലീഡറേന്ന് വിളിക്കുമ്പോ പാർട്ടിക്കാര് ഓരോ ഡീലറേന്ന് വിളിക്കുന്നു. ആട്ടുക്കും മാട്ടുക്കും 2 കൊമ്പ്, അയ്യങ്കാർ സ്വാമിക്ക് 3 കൊമ്പ്. മുൻഷി സമർപ്പിച്ചത് വൈദ്യരത്നം ഔഷധശാല ആയുർവേദത്തിന്റെ ഈറ്റില്ലം. നോക്കിയ 1209. സ്വപ്നങ്ങൾക്ക് പരിധിയില്ല. മനോരമ ഓൺലൈൻ.com. ഹോളിമാത കോളേജസ്, നോർത്ത് പറവൂർ, എറണാകുളം. ന്യൂസ് ടൈം സമർപ്പിക്കുന്നത് ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലറി, കൊല്ലം, കരുനാഗപ്പള്ളി, അങ്കമാലി. ചുങ്കത്ത് ഫാഷൻ ജ്വല്ലറി, ചാലക്കുടി, കരാമ സെന്റർ, ദുബായ്. സ്കോഡ ഫാബിയ, ബിക്കോസ് യു ആർ സ്പെഷ്യൽ. സ്പ്ലെൻഡർ NXD, ഭരോസ ബി, സ്റ്റൈൽ ബി. മനോരമ ഓൺലൈൻ.com. ഇൻഡിഗോ സിയേഴ്സ്, ക്ലാസ് സ്റ്റാർസ് എയർലി. ഗാർഡൻ സിറ്റി കോളേജ്, ബാംഗ്ലൂർ. മാരുതി സുസുക്കി, ഇന്ത്യ കംസ് ഹോം ഇൻ മാരുതി സുസുക്കി. LG, one wise decision, complete happiness. റിലയൻസ് മൊബൈൽ തിരഞ്ഞെടുക്കൂ, ഇന്ത്യയിലെ നമ്പർ 1 നെറ്റ്വർക്ക്. Country Club, why go anywhere else? നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ അപർണ കുറുപ്പ്. പ്രധാന വാർത്തകൾ.